ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡൈൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. ദോശകൾക്ക് പുറമെ ഊത്തപ്പം, ഇഡ്ഡലി, ചപ്പാത്തി, പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ ചേലക്കര. ചെറുതുരുത്തിയിലുള്ള ഒരു പറ്റം സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ കാശ്മീരിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയാഘോഷത്തിന്റെ ഭാഗമായി സ്വാഭിമാന യാത്ര നടന്നു. ചെറുതുരുത്തിയിലുള്ള ഒരു പറ്റം സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ കാശ്മീരിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയാഘോഷത്തിന്റെ ഭാഗമായി സ്വാഭിമാന യാത്ര നടന്നു. ചെറുതുരുത്തി ചുങ്കം സെന്ററിൽ നിന്നും കൊച്ചിൻ പാലം വരെയാണ് ത്രിവർണ സ്വാഭിമാന യാത്ര നടത്തിയത്. റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥനായ സുബൈദാർ, MP മാധവൻ എന്നിവർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്നാൽ പാകിസ്ഥാനോട് ഈ സമയത്ത് എല്ലാവരും പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടന്നു എന്നൊരു ചിന്താഗതിയിലാണ് നമ്മുടെ കേരളക്കാർ പ്രത്യേകിച്ച്. കാരണം കേരളക്കാർക്ക് പട്ടാളം എന്തെന്നറിയില്ല. അവർക്ക് ഒരു 60% ആൾക്കും കേരളക്കാർ പട്ടാളം എന്തെന്ന് വെച്ചാൽ വെടിവെക്കുന്ന പാർട്ടിക്കാർ മാത്രമേ അവർക്കറിയൂ. എന്താണ് ഒരു പട്ടാളം? ഒരു പട്ടാളക്കാരൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവന്റെ ജീവിതം എങ്ങനെയാണ്, അവന്റെ നല്ല കാലത്തെ ജീവിതം എങ്ങനെയാണ് അവൻ അവിടെ വിനിയോഗിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ ഒരു മാസമെങ്കിലും ഇവിടുത്തെ ജനങ്ങള് കേരളത്തിലെ, പ്രത്യേകിച്ച് വീണ്ടും ഞാൻ പറയുകയാണ്, എടുത്തു പറയുകയാണ്, കേരളത്തിലെ ജനങ്ങൾ ബോർഡറിൽ ഒന്ന് പോയി അവിടെ കുറച്ച് ദിവസം താമസിക്കുക. അത് തണുപ്പ് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് പോയി അവിടുത്തെ വിവരങ്ങൾ അറിയാം. ഇവിടെ കേരളക്കാർക്ക് പറയാനുള്ളത് പട്ടാളക്കാർ റിട്ടയറായി വന്നു, കോട്ട വാങ്ങിക്കുന്നു, കള്ളു കുടിക്കുന്നു, അതിന് സുഖമായി നടക്കുന്നു, പെൻഷൻ വാങ്ങിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ പെൻഷൻ വാങ്ങിക്കുന്ന ആരും അറിയാം? ഇന്നത്തെ ഈ തലമുറകള് ചീട്ടുകളിലും എല്ലാ സൗകര്യങ്ങളും കൂടി ഉല്ലസിക്കുകയാണ്. ആ സമയത്ത് ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടു കാണും, കരഞ്ഞ് ലീവിൽ നിന്നും റീകോൾ ചെയ്ത് മടങ്ങി പോകുമ്പോൾ ആ അച്ഛനമായ കുട്ടികളെ, ആ പോകുന്ന കുട്ടികളോട് കരയുന്ന കെട്ടിപ്പിടിച്ച് കരയുന്ന രംഗം നിങ്ങൾ പലതും. സുബൈദാർ T. ഗോപകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. സുബൈദാർ ശശികുമാർ, V. സുബൈദാർ, P. മാധവൻ എന്നിവർ ത്രിവർണ സ്വാഭിമാന യാത്രയ്ക്ക് നേതൃത്വം നൽകി. നൂറുകണക്കിന് ദേശഭക്തർ പരിപാടിയിൽ പങ്കെടുത്തു. മറ്റ് പല രാഷ്ട്രങ്ങളിലെയും വിനോദസഞ്ചാരികൾ അവരുടെ ഒഴിവുകാലം ചെലവഴിക്കുവാൻ വേണ്ടി വളരെ മനോഹരമായ, നയനസുന്ദരമായ, സമാധാനം പൂത്തുലഞ്ഞിരുന്ന കാശ്മീരിൽ എത്തിച്ചേരുകയുണ്ടായി. വളരെ ഖേദകരമെന്ന് പറയട്ടെ, അവിടെ പാകിസ്ഥാൻ സ്പോൺസർഷിപ്പോടുകൂടി ജമാഅത്തെ ഇസ്ലാമിയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും അതേപോലെ ISISIയുടെയും ഒക്കെ തീവ്രവാദികൾ നുഴഞ്ഞു കയറിക്കൊണ്ട് ഭാരതീയരായ 25 പേരെയും ഒരു മറ്റു രാഷ്ട്രത്തിലെ വ്യക്തിയെയും നിഷ്ഠൂരമായി വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. അതിൽ നമ്മുടെ ഈ കേരളത്തിൽ നിന്നുള്ള ഒരു സ്വയം സേവകൻ കൂടിയായ രാമേന്ദ്രൻ എന്ന വ്യക്തിയും ഉണ്ടായിരുന്നു. ആ ഒരു കിരാതമായ നടപടിക്ക് ശേഷം കൃത്യം 16 ദിവസങ്ങൾക്ക് ശേഷം തക്കതായ മറുപടിയാണ് ആ കാശ്മീരിന്റെ തൊട്ടടുത്തുള്ള POK പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിൽ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഭാരതീയ സൈന്യം മറുപടിയായി നൽകിയത്. ന്യൂസ് ഡെസ്ക് CCV.